നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് രാകേഷ് മണ്ടോടി തിരക്കഥ എഴുതി എം മോഹനൻ സംവിധാനം ചെയ്ത ഒരു ജാതി ഒരു ജാതകം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. ഒരു ജാതി ജാതകം. മാമ്പുറത്ത് ജയേഷ് എന്ന ഒരു കമ്പ്യൂട്ടർ ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിദഗ്ധനെ അവതരിപ്പിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസൻ്റെ അച്ഛൻ്റെ വേഷം മാമ്പുറത്ത് രാഘവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പി കുഞ്ഞികൃഷ്ണനാണ്. നിഖില വിമൽ ഉണ്ട്. നിഖില വിമൽ നൈസ എന്നൊക്കെ ഉള്ള പേരിലാണ് ശകലം വിഭ്രാന്തിയുള്ള മാനസികമായ പ്രശ്നങ്ങളുള്ള ഒരാളായിട്ടാണ് ഈ സിനിമയിൽ നമ്മുടെ മുന്നിലെത്തുന്നത്. ഈ മാമ്പുറത്ത് ജയേഷ് വിവാഹം കഴിക്കാൻ വേണ്ടി ഉദ്യമിച്ച് നടക്കുന്നു. 37 വയസ്സായി. 37 വയസ്സ് കഴിഞ്ഞാൽ 38 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ മാമ്പുറത്ത് ആണുങ്ങളൊക്കെ 70 വയസ്സിന് ശേഷം ജീവിച്ചിരുന്നിട്ടില്ല. അപ്പോൾ 70 വയസ്സാകാൻ പോകുന്നു മാമ്പുറത്ത് രാഘവന്. പി കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിക്കുന്ന മാമ്പുറത്ത് രാഘവന്. ഹേമലതയാണ് മാമ്പുറത്ത് രാഘവൻ്റെ ഭാര്യ. രണ്ടുപേരും അധ്യാപകരായിട്ട് റിട്ടയർ ചെയ്ത ആളുകളാണ്. മാഷും ടീച്ചറുമാണ്. ഹേമലത ടീച്ചറും രാഘവൻ മാസ്റ്ററും. ഇങ്ങനെ പല പെണ്ണുങ്ങളും കണ്ടിട്ടും അദ്ദേഹത്തിന് ഒന്നും ഒക്കുന്നില്ല. 37 വയസ്സായിട്ട് ഒക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് സൈനോര ഫിലിപ്പ് ഒരു മാട്രിമോണിയൽ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. അവരുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ തുടങ്ങുന്ന സമയത്ത് വിധു പ്രതാപ് വരുന്നുണ്ട്, ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒക്കെ നടന്നിട്ടും അദ്ദേഹത്തിന് പെണ്ണ് കിട്ടുന്നില്ല. പെണ്ണ് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച ആളുകൾ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടു, ഒരു അജാനുബാഹുവായ ഒരു മനുഷ്യൻ ഈ ജയേഷിനെ ചുംബിക്കുന്നത്. ആണും തമ്മിൽ ഉള്ള ഒരു ചുംബനം രംഗം അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് പിന്നെ സിനിമയുടെ പോക്ക് പോകുന്നത്. സിനിമയുടെ പോക്ക് അങ്ങനെയാണ് പോകുന്നത്. അവസാനം ചെന്നെത്തുന്നത് ഇയാൾ ജയേഷ് ഒരു ഗേ ആണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് ആളുകളും സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചെന്നെത്തുന്നത്. പക്ഷേ ഇയാൾ ഗേ അല്ല എന്നുള്ളതിന് ഒരു തെളിവ് വരുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സംവിധായകൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ ആദിമധ്യാന്തം ഉള്ള ഈ സിനിമയുടെ പോക്കും ഈ സിനിമയുടെ ആ ഒരു ചട്ടക്കൂടും ആ ഒരു രസജന്യമായ നർമ്മരസപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ സംഭവിക്കുന്നത്. സംവിധായകൻ്റെ മിടുക്ക്, തിരക്കഥാകൃത്തുക്കളുടെ മിടുക്ക് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. രാകേഷ് മണ്ടോടിയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത്. എം മോഹനനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മൾ എം മോഹനൻ്റെ മിടുക്ക് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മികവും സംവിധാനത്തിൻ്റെ മിടുക്കും നമ്മൾ അവിടെയൊക്കെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. എനിക്ക് ഇവിടെ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമ അതിഭയങ്കരമായ പൊട്ടിച്ചിരിയുടെ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടേണ്ട ഒരു സിനിമയായിരുന്നു ഈ സിനിമ. അതല്ല എങ്കിൽ, അങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല എങ്കിൽ, ഇതിപ്പോൾ ഈ സിനിമ നിൽക്കുന്നത് കൊമേഴ്സ്യലുമല്ല ആർട്ടുമല്ല എന്നുള്ള ഒരവസ്ഥയിലാണ് ഈ സിനിമ വന്ന് നിൽക്കുന്നത്. കൊമേഴ്സ്യലൈസ് ചെയ്ത് ഈ സിനിമ കൊണ്ടുപോകുമായിരുന്നു എങ്കിൽ, അതാണ് പറയുന്നത്, ഈ സിനിമയുടെ വിജയം ഒരു വൻ ചരിത്രം തന്നെ ഇവിടെ സൃഷ്ടിക്കുമായിരുന്നു. അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. പൊട്ടിച്ചിരി പടർത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. ആ 2 മണിക്കൂർ ആസ്വാദകനൊന്ന് ചിരിച്ചോട്ടെ സന്തോഷിച്ചോട്ടെ എന്നൊക്കെ കരുതുകയായിരുന്നെങ്കിൽ, പക്ഷെ അതിന് പകരം ഇതിനകത്ത് നർമ്മം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ നർമ്മത്തെ കണ്ടുപിടിക്കേണ്ട ബാധ്യത
നല്ല ആസ്വാദനം ഉള്ളവർക്കും മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയ്ക്ക് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നർമ്മത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആസ്വദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യത്തെ ചുംബന രംഗം തന്നെ അതാണ് അവിടെ നിന്നാണ് ഈ നർമ്മത്തിൻ്റെ ഈ രൂപങ്ങളെല്ലാം തെളിഞ്ഞു വരികയും അവിടെ നിന്നാണ് തുടങ്ങുകയും ചെയ്യുന്നത്. ഇയാൾ ഗേ ആണെന്ന് പറയുന്നു. ഇയാൾ കല്യാണം നിശ്ചയിച്ച് ഉറപ്പിച്ച പെൺകുട്ടി അവസാനം കല്യാണം പെണ്ണുങ്ങളെ ഒന്നും കിട്ടാതെ ഇങ്ങനെ പോയി അവസാനം ഒരു പെണ്ണിൽ ചെന്ന് എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവളും പറയുകയാണ് ഞാൻ ലെസ്ബിയനാണ് എന്ന്, ഞാൻ തിരിച്ചറിഞ്ഞു എന്ന്. ഒക്കെ രസകരമായിട്ട് പോകാമായിരുന്നു. രസകരമാണ് അല്ല എന്നല്ല പറയുന്നത്. കൂടുതൽ പൊട്ടിച്ചിരിയുടേതായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കാമായിരുന്നു. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള ആ ബുദ്ധിവിശേഷമൊക്കെ വെച്ച്, സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിവിശേഷമൊക്കെ വെച്ച് എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഒരേ തരത്തിലാണ് തലച്ചോറ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും തലച്ചോറ് ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഐൻസ്റ്റീന് കൊടുത്ത അതേ തലച്ചോറ് തന്നെയാണ് നമുക്കൊക്കെ തന്നിരിക്കുന്നത്. പക്ഷേ ചിന്താശേഷിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഐൻസ്റ്റീൻ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ധൈഷണിക ശക്തി കിട്ടിയത് എന്ന് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ മനുഷ്യൻ്റെ തലച്ചോറും ഐൻസ്റ്റീൻ്റെ തലച്ചോറും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ എടുത്തു നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള വക തരാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് തരുവാനായിട്ട് തിരക്കഥാകൃത്തിന് സാധിച്ചില്ല. സംവിധായകൻ്റെ ഡ്യൂട്ടി ഭംഗിയായി നിർവഹിച്ചു. ആദ്യം അധ്യാന്തം അവസാനം വരെ ഈ സിനിമ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലായിടത്തും പറയുന്നത് കാര്യം തന്നെയാണ് പറയുന്നത്, ഛായാഗ്രഹണം ഫ്ലോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഛായാഗ്രഹണം ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല ഈ സിനിമയുടെ ഛായാഗ്രഹണം എന്ന് പറയുന്നത്. കാരണം പണ്ട് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് പറയുന്നത്, ലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ലൈറ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് ലൈറ്റ് കൊടുക്കണം. അതല്ലാതെ നിങ്ങൾ ഇരുട്ടത്ത് നിർത്തിയിട്ട് ആളെ ഇരുട്ടത്ത് നിർത്തിയിട്ട് ഈ ആളുകളെയൊക്കെ എന്തിനാണ് ഇരുട്ടത്ത് നിർത്തുന്നത്? സ്വാഭാവികമായിട്ടുള്ള ലൈറ്റ് കൊണ്ട് മാത്രം സിനിമ എടുക്കൽ നടക്കില്ല. അതിന് ചില കൃത്രിമമായിട്ടുള്ള ലൈറ്റുകൾ വെക്കണം. നമ്മൾ അങ്ങനെ വെച്ച് വേണം പോകാൻ. ചില ഇടങ്ങളിൽ ഇപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ അങ്ങനെ ചിലപ്പോൾ നമുക്ക് കൃത്രിമമായിട്ടുള്ള ലൈറ്റ് ഉപയോഗിക്കാതെ തന്നെ സ്വാഭാവികമായ വെളിച്ചത്തിൽ അതും ആളുകളുടെ മുഖം കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അവിടെയും ചെയ്യാൻ ആയിട്ട് സാധിക്കുകയുള്ളൂ. ആളുകളുടെ മുഖം ജനം കാണണം, ഇത് ആരാണ് എന്ന് മനസ്സിലാകണം. ജനത്തിന് മനസ്സിലാക്കണം, ആസ്വാദകന് മനസ്സിലാകണം, പ്രേക്ഷകന് മനസ്സിലാകണം. അതല്ലാത്തടത്തോളം കാലം അത് അവിടെ ഒരു തടസ്സമായിട്ട്, ആസ്വാദനത്തിന് തടസ്സമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ഒരു ബ്ലോക്ക് വരികയാണ് ചെയ്യുന്നത്. ഒരു മെന്റൽ ബ്ലോക്ക് അവിടെ ആസ്വാദകന്റെ ഉള്ളിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇതിൽ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്, മഹത്തരമായിട്ടുള്ള പാട്ടുകളാണ് എന്നല്ല പറയുന്നത്. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ആ താളബോധത്തോടു കൂടിയുള്ള ഒരു നാടൻ പാട്ട് രീതികളിലൊക്കെ എല്ലാം പിന്തുടർന്നിട്ടുണ്ട്. വെറുതെ കിടന്ന് ഒച്ചപ്പാടുകളും ബഹളവും ഒന്നും ഇല്ലാതെ നല്ല സ്വാഭാവികമായിട്ട് സുന്ദരമായിട്ടുള്ള പാട്ടുകളാണ് ഈ സിനിമയ്ക്കകത്ത് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം, ഈ സിനിമ സംസാരിക്കുന്നത് മലബാർ ഭാഷയിലാണ്. കാസർഗോഡ് ഭാഷ, കണ്ണൂർ ഭാഷയോ ഒക്കെ ആയിരിക്കാം. ഏതായാലും അതും രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയിൽ എടുത്ത് പറയാവുന്ന ഒരു കാര്യം. എല്ലാവർക്കും കാസർഗോഡ് ഭാഷ അല്ലെങ്കിൽ കണ്ണൂർ ഭാഷ അല്ലെങ്കിൽ മലബാർ സൈഡിലുള്ള ആ ഭാഷ എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാകില്ലെങ്കിലും നമുക്ക് അത് രസനീയമായിട്ട് മാറുന്നത് എല്ലാവരും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവരും ആ ഭാഷയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് രസനീയമായിട്ട് മാറുന്നത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, വിനീത് ശ്രീനിവാസന്റെ അഭിനയമാണ്. അദ്ദേഹം ഇത്രയും കാലം അഭിനയിച്ച സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അത് ആ സിറ്റുവേഷൻ അവിടെ ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതിമഹത്തായ അഭിനയമാണ് എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ആ സിറ്റുവേഷന് യോജിച്ച തരത്തിൽ ചെയ്യാനായിട്ട് ആദിമധ്യാന്തം, അദ്ദേഹമാണല്ലോ പ്രൊട്ടാഗണിസ്റ്റ്, അപ്പോൾ ആദിമധ്യാന്തം അതെല്ലാം ചെയ്തു പോകാനായിട്ട് വിനീത് ശ്രീനിവാസന് കഴിഞ്ഞു. വിനീത് ശ്രീനിവാസനെ കൊണ്ട് അത് ചെയ്യിക്കാനായിട്ട് സംവിധായകനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. തിരക്കഥാകൃത്തുക്കൾ കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നു എങ്കിൽ പൊട്ടിച്ചിരിയുടേതായിട്ടുള്ള പൂരം തിയേറ്ററുകളിൽ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. സംവിധാന മികവും എഡിറ്റിങ്ങും സംഗീതവും ഒക്കെ നല്ല രീതിയിൽ തന്നെ വേണ്ട രീതിയിൽ അതിബൃഹത്തായിട്ടുള്ള എന്താണ് അതിമഹത്തരമായിട്ടുള്ള സംഗീതം, എന്താണ് അതിമഹത്തരമായിട്ടുള്ള സംവിധാനം എന്നൊക്കെ ഉണ്ട്. ഇത് അവിടെ ഉണ്ട്. നല്ലതും ചീത്തയും ഉണ്ടല്ലോ, കറുപ്പുമുണ്ട് വെളുപ്പുമുണ്ട്, അതൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പം അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് അത് അത്രയും മാത്രമേ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ.